ഖാതിമാനും റഹീമുമായ അല്ലാഹ്, സാധുക്കളാണ് റബ്ബേ. നിന്റെ സാധുക്കളിൽ സാധുക്കളായ അടിയാറുകളാണ് അല്ലാഹ്, പാവങ്ങളാണ് അല്ലാഹ്, തെറ്റുകാരാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്, വിവരമില്ലാത്തവരാണ് അല്ലാഹ്, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ് അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ അനുസരിക്കേണ്ട രൂപത്തിൽ അനുസരിക്കാൻ ആഗ്രഹമുള്ള നിന്റെ അടിയാറുകളാണ് അല്ലാഹ്. പക്ഷേ മനുഷ്യ സഹജമായി ഞങ്ങളുടെ ദൗർബല്യത കൊണ്ട്, നമ്മുടെ വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, സാഹചര്യങ്ങളുടെ അടിമത്വത്തിൽ പെട്ടുപോയി അല്ലാഹുവേ, നിന്നെ അനുസരിക്കുന്നതിൽ വലിയ കുറവുകൾ വരുത്തിയ നിന്റെ അടിയാറുകളാണ് അല്ലാഹ്. അല്ലാഹുവേ, ഹറാമ് കണ്ടവരാണ് അല്ലാഹ്, ഹറാമ് കേട്ടവരാണ് അല്ലാഹ്, ഹറാമ് ചിന്തിച്ചവരാണ് അല്ലാഹ്, ഹറാമിലേക്ക് നടന്നു പോയവരാണ് അല്ലാഹ്, ഹറാമിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ അടിയാറുകളാണ് റബ്ബേ, സാധുക്കളാണ് അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാം പുറത്തു തന്നേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തുകളെ കൊണ്ടോ, ഞങ്ങളെ ദിക്ർ കൊണ്ടോ, ഞങ്ങളെ സ്വലാത്ത് കൊണ്ടോ, ഞങ്ങളെ ഹദ്ദാദ് കൊണ്ടോ, അസ്മാഉൽ ഹുസ്ന കൊണ്ടോ ഞങ്ങൾ വിജയിക്കുമെന്ന് ഒരു ഉറപ്പും ഞങ്ങൾക്ക് ഇല്ല അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അല്ലാഹുവേ നിന്നെ അനുസരിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ദിക്റുകൾ ചൊല്ലുന്നത് നിന്റെ പൊരുത്തം കിട്ടാനാണ്, സ്വലാത്ത് ചൊല്ലുന്നത് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തം കിട്ടാനാണ് അല്ലാഹുവേ. എന്നിരുന്നാലും അമലുകളെല്ലാം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഒരു ഉറപ്പും ഞങ്ങൾക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യമല്ലാതെ, നിന്റെ റഹ്മത്തല്ലാതെ, നിന്റെ കൃപയല്ലാതെ, നിന്റെ അങ്ങേയറ്റത്തെ അടിയാറുകളോടുള്ള ദയയല്ലാതെ, ലുതുഫല്ലാതെ, കാരുണ്യമല്ലാതെ അല്ലാഹുവേ ഞങ്ങളെ മുന്നിലൊന്നുമില്ല അല്ലാഹ്. എല്ലാ അമലുകളും സ്വീകരിച്ച്, എല്ലാ ഖുർആനിക ആയത്തുകളും, എല്ലാ ദിക്റുകളും, എല്ലാ സ്വലാത്തുകളും, എല്ലാ ഹദ്ദാദുകളും, എല്ലാ അസ്മാഉൽ ഹുസ്നയും, ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ഞങ്ങളെ മദനിയത്തിൽ പങ്കെടുക്കുന്ന 10,000 വീടുകളിലുള്ള മുത്തുമൂമിനീങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. നിന്റെ അങ്ങേയറ്റത്തെ കൃപയും കാരുണ്യവും കൊണ്ട് ഞങ്ങളെ നീ പൊതിയണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്. നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ ഞങ്ങൾ നീ കാക്കണേ അല്ലാഹ്, സ്വർഗം തരണേ അല്ലാഹ്. എല്ലാ ഹറാമുകളിൽ നിന്നും, എല്ലാ വൃത്തികേടുകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിലും, ഒരു ചതിയന്മാരുടെ ചതിയിലും, ഒരു വഞ്ചകന്മാരുടെ വഞ്ചനയിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ, അല്ലാഹുവേ അവർക്കൊക്കെയും നീ നല്ല
റാഹത്തുള്ള സുഖപ്രസവം നീ നൽകണേ അല്ലാ. വയറ്റിൽ മുഴയുള്ളത് കൊണ്ട് കുഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ പ്രയാസമാണ് എന്ന് ഡോക്ടർമാര് പറയുന്നു എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. ഒന്നാമത്തത് രണ്ടാമത്തതൊക്കെ ഓപ്പറേഷനാണ്, അടുത്തത് സുഖമായി പ്രസവിക്കണം, ഗർഭിണിയാണ് എന്നറിയിച്ചവരുണ്ട്. അവർക്കൊക്കെ നീ നല്ല റാഹത്തുള്ള ഒരൈബുമില്ലാത്ത നല്ല മക്കളെ നല്ല റാഹത്തോടെ സുഖമായി പ്രസവിക്കാൻ സയ്യിദ് ഖാസിം വലിയുല്ലാഹിൽ കവരത്തി അവരുടെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വിവാഹപ്രായമായവർ, അവർക്കൊക്കെ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നല്ല ഇണകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർണം കാണാതായവരുണ്ട്. അല്ലാഹുവേ, എവിടെയാണ് ആ സ്വർണമുള്ളത്? അവരെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികളെല്ലാം നീ തുറക്കണേ അല്ലാ.